ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വീഡിയോ കണ്ടു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും എത്തുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും എത്തുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വീഡിയോ കാണുക കേട്ടോ. രജിസ്റ്റർ എങ്ങനെ ചെയ്യണത് അറിയാത്തവർ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ വീഡിയോ കാണുക, അതിന് ശേഷം മാത്രം സെക്കൻഡ് സ്റ്റെപ്പ് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം എമൗണ്ട് ഇതിലൂടെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം. അതോടൊപ്പം എങ്ങനെ വിഡ്രോ സെക്ഷൻ്റെ അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ താഴെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അക്കൗണ്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാലൻസ് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4,60,000. ഞാൻ റീഫ്രഷ് ചെയ്ത് കാണിച്ചിട്ട് റീഫ്രഷിൻ്റെ ബട്ടനാണ് ഇട്ടത്. അപ്പോൾ ആ റീഫ്രഷ് ചെയ്ത് കാണിച്ചത് റീഫ്രഷ് സക്സസ്ഫുള്ളി. ഇത് 4,60,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയ ഏണിങ്സ് ആണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കളർ പ്രഡിക്ഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഏണിങ്സ് ഉണ്ടാക്കി കേട്ടോ. കളർ ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഏണിങ്സ് ഉണ്ടാക്കിയത്. സിമ്പിളാണ്. അതെങ്ങനെയാണ് ഒരു ട്രിക്ക് ഉണ്ട് നമുക്ക്. മെയിനായിട്ട് നമ്മൾ കളർ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുള്ളൂ. നമ്മൾ വെറുതെ ചെയ്യരുത്. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ട്രിക്കും സ്ട്രാറ്റജിയും യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ. സോ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ ഹിന്ദിക്കാരാണെങ്കിലും ഇപ്പോൾ ഈ കളർ ട്രേഡ് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാവരും, ഒരു 99% ആൾക്കാരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. ട്രിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു വേറെ എന്തൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ അതിൽ ട്രേഡ് എടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിലും. വെറുതെ പോയിട്ട് പൈസ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളിത് പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കി ട്രിക്കും കാര്യങ്ങളൊക്കെ നോക്കി ട്രിക്ക് നോക്കിയിട്ട് വേണം ഇതിലൂടെ ചെയ്യാൻ. അപ്പോൾ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കും സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മാസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ സ്റ്റെപ്പും വീഡിയോസും നിങ്ങൾ കണ്ടാൽ മതി. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ പ്രോഫിറ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മായാവി ട്രേഡർ എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ID ഇട്ടിട്ടുണ്ടാവും. അതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും എനിക്ക് മെസ്സേജ് ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം. അതോടൊപ്പം എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ 5 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5 സ്റ്റെപ്പ് വീഡിയോസാണ് ഇടുന്നത്. സോ ഈ 5 സ്റ്റെപ്പ്, ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതുപോലെ 5 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഈ 5 സ്റ്റെപ്പ് വീഡിയോസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമുക്ക് ട്രിക്ക് ആൻഡ് ടിപ്സിൻ്റെ ഒക്കെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഓക്കെ, സോ ആ ട്രിക്സൊക്കെ ഞാൻ ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിൽ തന്നെ ഞാൻ അതിൻ്റെ ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ അത്രയും സപ്പോർട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഞാനിവിടെ പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഈ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ട്രിക്ക് ആൻഡ് ടിപ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, ട്രിക്ക് ആൻഡ് ടിപ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങളെല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. സോ അതിൽ നമ്മൾ എല്ലാ ട്രിക്സും ഇടുന്നതായിരിക്കും. ഈ ഒരു കളർ ട്രേഡ് ചെയ്യേണ്ട ട്രിക്സ്, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ട്രിക്സ്, ഇതൊക്കെ നമ്മൾ അതിലിടും. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത്രയും ഈസിയാണ്. സോ ആരും മിസ്സാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ നെക്സ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും 4,60,000 രൂപ ഉണ്ട്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം ചേഞ്ച് ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മായാവി ട്രേഡർ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അത് വേണമെങ്കിൽ ചേഞ്ച് ആക്കിയാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ അത് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും. ആ സെറ്റിങ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിക്ക് നെയിം എന്നുണ്ടല്ലേ, ഈ മായാവി ട്രേഡർ അതിമൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതുപോലെ ലോഗോ മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് അവതാർ ലൈമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോ മാറ്റാൻ പറ്റും. നെയിം മാറ്റണമെങ്കിൽ ലോഗോ മാറ്റണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാണ് നിങ്ങളുടെ UID നമ്പർ കേട്ടോ. ഇത് നിങ്ങൾ എപ്പോഴും നോക്കി വെക്കുക, നിങ്ങളുടെ UID നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ UID അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഡ്രോ ആണ്. നിങ്ങൾ വിഡ്രോ സെക്ഷൻ്റെ അവിടെ പോകും. വിഡ്രോ സെക്ഷൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആദ്യം ഇവിടെ ആഡ് ചെയ്യണം. ഇതെന്തിനാണ് ഈ വിഡ്രോ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ വിഡ്രോ സെക്ഷൻ. ഈ വിഡ്രോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഉണ്ട് ബാങ്ക് കാർഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ബാങ്ക് കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ഈ ആഡ് ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ ബാങ്ക് ഡീറ്റെയിൽസ് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് അയക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക, അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പർ IFSC കോഡ് ഇത്രയും ഡീറ്റെയിൽസേ കൊടുക്കുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ഈ അക്കൗണ്ട് നമ്പർ IFSC കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന സംഭവമാണ്. നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിലൂടെ പൈസ ഉണ്ടാക്കി നോക്കുക, ഈ കളർ ട്രേഡ് വഴി പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യണ്ടേ. അപ്പോൾ ഈ പൈസ നിങ്ങൾ ബാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. സോ ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങളുടെ പൈസ, ഈ ഒരു കളർ ട്രേഡ് ചെയ്ത പൈസ അവർ ബാങ്കിലോട്ട് അയച്ചു തരിക. സോ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ പ്ലീസ് സെലക്ട് എ ബാങ്ക് എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ SBI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SBI ആകുമ്പോൾ SBI എന്ന് സെർച്ച് ചെയ്യരുത്, ബാങ്കിൻ്റെ ഫുൾ ഫോം വേണം സെർച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ കണ്ട ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം, അക്കൗണ്ട് നമ്പർ, ആരുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത് അയാളുടെ ഫുൾ ഹോൾഡ് നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തെറ്റിക്കാതെ കൊടുക്കുക. തെറ്റിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും, പക്ഷെ തെറ്റാതെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പരമാവധി കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ തെറ്റുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ അത് മാറ്റാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്ക് അടിക്കുക. ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ലാസ്റ്റ് പോയിട്ട് സേവ് എന്ന് അമർത്തണം കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് താഴെ പോയിട്ട് സേവ് എന്ന് അമർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്ക് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ടായിരിക്കും. സോ എന്നിട്ട് ബാക്ക് അമർത്തുക. എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത്രയും നിങ്ങൾ ചെയ്യാം കേട്ടോ. ആദ്യം നെയിമൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം വിഡ്രോ സെക്ഷൻ്റെ അവിടെ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഫില്ലാക്കുക. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രജിസ്റ്റർ ചെയ്ത ശേഷം രണ്ടാമത് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിഡ്രോ സെക്ഷൻ്റെ അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് ഉണ്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾക്ക് ബോണസ് കിട്ടും, എക്സ്ട്രാ ബോണസും കിട്ടും, വേറെ കുറേ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇതിങ്ങനെ പല വീഡിയോ ആക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ വീഡിയോയിൽ എല്ലാതും പറയുമ്പോൾ അത് നല്ല 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലെങ്ത് ആവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. കാരണം അത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയുന്നവർക്ക് ഇത് ചിലപ്പോൾ ഇതൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നീക്കിയിട്ട് പോവാം. അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം, നീക്കി പോവാം. അറിയാത്ത കുറേ ആൾക്കാർക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. കാരണം യൂട്യൂബിലാണെങ്കിലും വേറെ എവിടെയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ നമ്മളിവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളിത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവാനും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാനും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഓരോ വീഡിയോസും 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ 20 മിനിറ്റ് എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് ടൈമില്ല, അല്ലെങ്കിൽ എനിക്ക് മടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മടിയായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ മടിയൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പൈസയും പോലും ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം. പക്ഷേ ഇവിടെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ ട്രിക്ക് ആൻഡ് ടിപ്സ് പറഞ്ഞുതരും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. നല്ല രീതിക്ക് ക്ഷമ ഉണ്ടാവണം. ഓക്കെ, മടി പാടില്ല. മടി വന്നു കഴിഞ്ഞാൽ ഒന്നിലും മടി വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കൂല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മടിയില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഒരു പവറിൽ നിൽക്കുക. അപ്പോൾ മടിയായി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ 10-20 മിനിറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക.
വേറെ ഒരു പൈസ ചിലവുള്ള സംഭവമല്ല ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്കുള്ള നല്ല രീതിക്ക് നോളജ് കിട്ടും. അതോടൊപ്പം എന്താണ് ഇതെങ്ങനെ ചെയ്യേണ്ട ഫുള്ള് കാര്യങ്ങൾ, പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങളിവിടെ പഠിക്കുന്നത്. ഓക്കെ, പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. സോ അതിന് കുറച്ച് എഫേർട്ട് നിങ്ങൾ ഇടണം. അപ്പോൾ മടിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് ഒരിക്കലും. നിങ്ങൾ ഇതൊക്കെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാവും. സോ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വീഡിയോ നമുക്ക് അടുത്ത് കാണാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 3 അടുത്ത വീഡിയോ ഉണ്ടാവും, അത് കാണാം കേട്ടോ.